ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന വരാനിരിക്കുന്ന പുതിയ മലയാള ചലച്ചിത്രമാണ് അതിരടി. അതിലെ ഫസ്റ്റ് സിംഗിൾ ഇഫ് യു നോ യു നോ എന്ന സിംഗിൾ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഫെജോയും പൂർണിമയുമാണ് പാടുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുവെക്കാം. ആൻഡ് മെയ് 14 സിനിമ റിലീസും ആകുന്നത്. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്. No. ബേസിൽ, റിയാഷിബു അറിയാമല്ലോ, സർവമായ ഡെലൂലു. ഫെജോ കൊള്ളാം. നീക്കറിയാം. വിഷ്ണു വിജയൻ മ്യൂസിക്കലാണ്. സുഹേൽ കോയാണ് ലിറിക്സ്. ഇപ്പോൾ വിഷ്ണു വിജയന്റെ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പുള്ളി ഇപ്പോൾ സത്യം പറഞ്ഞാൽ വരുന്ന സിനിമകളിലൊക്കെ നല്ല പാട്ട്, നല്ല മ്യൂസിക്കൊക്കെ ഇടുന്ന ഒരു ടാലൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ഇതിലും അതുപോലത്തെ തന്നെയാണ്. ഞാൻ സുഹേൽ കോയ തന്നെയാണ് വിഷ്ണു വിജയന്റെ പാട്ടുകളിലും കൂടുതലായിട്ടും ലിറിക്സ് ചെയ്യുന്ന സോങ്ങുകളിലൊക്കെ. ഇതും ഒരു എനിക്കൊന്നും വരുന്ന സമയങ്ങളിൽ ട്രെൻഡിങ് ആവാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. കാരണം അതിൻ്റെ ക്യാപ്ഷൻ, അതായത് ഈ പാട്ടിൻ്റെ ടൈറ്റിൽ തന്നെ ക്യാച്ചി ആയിട്ടുണ്ട്. ഇഫ് യു നോ യു നോ, ഒരു ക്യാച്ചി ആയിട്ടുണ്ട്. അത് പാടുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് ഇപ്പോൾ അവസാനം എത്താൻ പോകുന്നത്, പ്രണയത്തിലാണ്. അപ്പോൾ അത് ആസ്പദമാക്കിയുള്ള ടൈറ്റിലും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ബേസിൽ നല്ല ചെറുപ്പം കാണിക്കുന്നുണ്ട്. റിയാഷിബു ആസ് ഓൾവേസ് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ പ്രശാന്ത്, പരശുന്ന് വിളിക്കും. സ്വാതി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഇപ്പൊ സിനിമയിലാണ്. ലിറിക്സ് സൂപ്പർ ആയിട്ടാ. So, if you know, if you know. സ്വാതി കൃഷ്ണ മുറക്കാമിയല്ലേ? നോർവീജിയൻ വുഡ് മുറക്കാമി അല്ല, ലിവൈസ് ഒറിജിനൽ. നല്ല ടീഷർട്ടാ. ഒറിജിനൽ മരമുണ്ട്. ആക്ച്വലി അതെന്താണ് പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു വരുന്ന വീഡിയോയിൽ കാണുമെന്നാണ് തോന്നുന്നത്. എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബേസിൽ ജോസഫ് ആസ് ഓൾവേസ് അറിഞ്ഞുകൂടാവുന്നു. അതുപോലെ മുറഗാമി. She's sapiosexual. A sapiosexual is someone who feels attracted to people because of their intelligence. Steve Jobs, Mark Zuckerberg. ശശി തരൂർ, മൈത്രേയൻ. Exactly. ഇവരുള്ളവര് ഓസങ്ങൾക്ക് മാത്രം പോരല്ലേ. Look. Book. ഓ ആ ജാനത്ത് ലുക്ക ബുക്ക്. ഇനി അതുകൊണ്ട് ഇംപ്രസ് ചെയ്യാനുള്ള പരിപാടിയാണ് സിനിമ. ഓ തമിഴ്നാട്ടിലാണ് ഫിലിം എടുത്തത്. വിഷ്ണു വിജയ്, തമിഴ് താരം ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, അരുൺ അനിരുദ്ധൻ, അതിരടി. കമ്മിങ് സൂൺ എന്നാണ് കിട്ടിയത്. ബട്ട് മെയ് 14 റിലീസ് ആകുമെന്നാണ് അറിഞ്ഞത്. അരുൺ അനിരുദ്ധനാണ് സംവിധാനം ചെയ്യുന്നത്. ഇതിന്റെ പ്രൊഡ്യൂസറായിട്ട് ടൊവിനോയും വരുന്നുണ്ട്, ബേസിൽ ജോസഫും വരുന്നുണ്ട്. ആൻഡ് ഈ സിനിമയിൽ ഈ പാട്ടിൽ ബേസിൽ ജോസഫും റിയാഷിബുവാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഫെജോയും പൂർണിമയാണ് പാട്ടൊരു നൈസ് ഒരു വൈബ് പാട്ട്. അതായത് നമ്മൾ പ്രാമുലു പാടത്തിലൊക്കെ, പ്രാമുലുവിൽ എനിക്ക് തോന്നുന്നു വിഷ്ണു വിജയന്റെ മ്യൂസിക്കിൽ സുഹേൽ കോയ തന്നെയാണ് ലിറിക്സും കാര്യങ്ങളൊക്കെ കൂടുതൽ എഴുതിയത്. അപ്പോൾ ആ പ്രാമുലു സിനിമയിലൊക്കെ ഉള്ളതുപോലെ ഒരു വൈബായിട്ടുള്ള
അപ്കമിങ് ട്രെൻഡായിട്ട് വരാൻ പോകുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് പാട്ടും കൊള്ളാം, ഫെജോയുടെ ആ സൗണ്ടും നമുക്ക് അറിയാവുന്ന ഒരു സൗണ്ടും സൂപ്പറായിട്ട് തന്നെ ഫെജോയും പാടിയിട്ടുണ്ട്. ലിറിക്സ് ഒക്കെ ഈ നിങ്ങൾ പ്രേമലുവിൻ്റെ പാട്ട് കേട്ടാലേ അറിയാം, ഒരു പ്രത്യേക ലിറിക്സും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെയാണ് ഇതിലും ഇടയിൽ ഇംഗ്ലീഷ്, ഇടയിൽ തമിഴ്, ഇടയിൽ മലയാളമൊക്കെ ചേർന്ന് ക്യൂട്ട വട്ട ബ്യൂട്ട അങ്ങനെയൊക്കെ എല്ലാം മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കളർന്നൊക്കെ സൂപ്പറായിട്ട് തന്നെ അത് വരുന്നുണ്ട്. ആൻഡ് ബേസിൽ കുറച്ചുകൂടെ യങ്ങായിട്ടുള്ളത് പോലെയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്, പല്ലിൽ കമ്പിയൊക്കെ ഇട്ട്. ആൻഡ് പക്ക കോമഡി ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ, അത് ഈ ഒരു പാട്ടിൽ നിന്ന് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് റിയ ഷിബുയുടെ ചേട്ടനായിരിക്കും ടൊവിനോ തോമസ്. കാരണം ഇതിന് മുമ്പ് ഒരു ഗ്ലിംസ് പോലെ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൊവിനോ മറ്റേ മീശയൊക്കെ പിരിച്ച് വലിയ ആളെപ്പോലെ ഒരു ചേട്ടനും ഒരു വമ്പനെ പോലെയൊക്കെ നിൽക്കുന്ന ലുക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു റിയ ഷിബുവിൻ്റെ ചേട്ടനായിരിക്കണം ടൊവിനോ തോമസ്. കണ്ടിട്ട് അങ്ങനെ ചുമ്മാ എൻ്റെ ഒരു ഗസ്സാണ്. എന്നിട്ട് ഇവർ തമ്മിലുള്ള സംസാരങ്ങളും അടികളൊക്കെ വല്ല കാണുമായിരിക്കും. ഇതിൻ്റെ ഇടയിൽ വിനീത് ശ്രീനിവാസനും വരും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും കണ്ടുനോക്കാം. എന്തായാലും മെയ് റിലീസ് തന്നെയാണ് വരാൻ സാധ്യതയുണ്ടെന്നാണ് കൂടുതൽ പറയുന്നത്. മെയ് 14 എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കമ്മിങ് സൂൺ എന്നാണ് ഇട്ടിരിക്കുന്നത്. ചിലപ്പം ഡേറ്റിൽ ഇനി വ്യത്യാസവും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ബിറ്റ്വീൻ പാട്ട് ഇഫ് യു നോ ഈ പാട്ട് നന്നായിട്ടൊരു വൈബായിട്ട് നല്ലൊരു പെപ്പി ട്രാക്ക് പോലെ ഒരു എൻജോയ് ചെയ്ത ഒരു കോളേജ് ടൈമിലൊക്കെ എടുക്കാനുള്ള ഒരു നല്ലൊരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ പ്രേമലു വൈബാണ് അടിച്ചത്. അതുപോലത്തെ ആ ഒരു ലിറിക്സും പെട്ടെന്ന് ഇങ്ങനെ പാടിപ്പോയി വേറെ മലയാളവും തമിഴും ഇംഗ്ലീഷൊക്കെ ചേർത്തൊക്കെ പാടി നന്നായിട്ട് തന്നെ ഒരു നല്ലൊരു പാട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇഫ് യു നോ ആൻഡ് എനിക്ക് പടവും നല്ലൊരു ഈ വീഡിയോ കണ്ടപ്പോഴും ഒരു ക്വാളിറ്റി പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ പടവും ഒരു നല്ല ക്വാളിറ്റിയിൽ വരുമെന്നൊരു വിശ്വാസമുണ്ട്. അത് റെഡി നോക്കാം എങ്ങനെയാണെന്ന്. കാരണം മെയ് റിലീസ് ഒരുപാടുകളുണ്ടേ.